നീ സ്വീകരിക്കണേ അല്ല. റബ്ബേ നീ തട്ടിക്കളയല്ല അല്ല. റബ്ബേ എല്ലാവരുടെയും ഹജ്ജ് നീ കബൂലാക്കണേ അല്ല. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല. എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾ എന്റെ കൈവിടല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖലീൽ ബുഖാരി തങ്ങൾ കുഞ്ഞിക്കോയ, അപ്പോൾ അദ്ദേഹം മക്കാ മുശ്രിക്കിനെ പോലെയാണ്. അല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം മക്കാ മുശ്രിക്ക് പിന്നെ ഖലീൽ ബുഖാരിയൊക്കെ വെച്ച് എത്ര മെച്ചാണെന്നറിയോ. പിന്നെ എന്താ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ, മക്കയിലെ മുശ്രിക്ക് കപ്പൽ യാത്ര ചെയ്യുമ്പോൾ, സമുദ്രയാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ, അപകടാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഇഖ്ലാസോട് കൂടി റബ്ബിനോട് ദുആ ചെയ്യും. കരയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ലാത്ത മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങളായി, തവസ്സുലായി, ഇസ്തിഗാസയായി ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് മക്ക മുശ്രിക്ക്. എങ്കിൽ തന്നെയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് മക്ക മുശ്രിക്കിന് മാറ്റമില്ല. ഇവർ അതിലും വ്യതിചലിച്ചവരാ. അപ്പം മക്ക മുശ്രിക്ക് ഇവരെക്കാൾ മെച്ചാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, അങ്ങനെ മക്കയിലെ മുശ്രിക്ക് സമുദ്രയാത്ര ചെയ്യും, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അള്ളാഹുവിനോട് അവരെന്ത് ചെയ്യും? ദുആ ചെയ്യും. കരയിലെത്തുമ്പോഴാണ് പിന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഈ കല്ല്, കരട്, കാതിര, കുറ്റി എന്നൊക്കെ പറഞ്ഞാൽ ലാത്തമനാത്ത പോലുള്ള സാധനങ്ങളൊക്കെ കരയിലെത്തുമ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഖലീൽ ബുഖാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങൾ നോക്ക്, ഇവിടെ ഇദ്ദേഹം പിന്നെ കപ്പൽ യാത്ര ചെയ്ത ഒരു അനുഭവം വിശദീകരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. ബദരീങ്ങളെ, ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്കാരുമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഈ അനുഭവം പറഞ്ഞതാണ്. പഴയ കാലത്ത് കപ്പലാണോ ബോട്ടാണെന്ന് മൂപ്പരക്കന്നെ പിന്നെ ഉറപ്പില്ല. എന്തോ ആവട്ടെ, കഥയിലിപ്പോൾ ചോദ്യമൊന്നുമില്ല. അന്ന് അങ്ങനെ മുങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ കിട്ടും, മയ്യത്ത് കിട്ടൂലല്ലോ. അന്നൊക്കെ പോവുകയാണെങ്കിൽ സമുദായം രക്ഷപ്പെട്ടെന്ന് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. കാരണം വെച്ചാൽ അത്രത്തോളം ഖുറാഫത്താണ് ഇവർ ഈ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തറിയോ, അങ്ങനെ ഈ ബദരീങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഹറമിൽ പോയപ്പോഴോ, അവിടെ പോയപ്പോൾ അല്ലാന്നല്ലാതെ പ്രാർത്ഥന അല്ല, വേറെ ഒന്നുമില്ല. മക്ക മുശ്രിക്ക് പോലെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇദ്ദേഹത്തിൻ്റെ ഈ ഇരട്ടത്താപ്പ്. നിൽക്കുകയാണെങ്കിൽ ഒരേ നിലപാട് നിൽക്കണ്ടേ? ഇവിടെ ആള് പൊട്ടിക്കറിഞ്ഞാലേ ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ആരുമില്ലെന്നാ പറഞ്ഞ്, നിങ്ങളല്ലാതെ ആരും എന്നെ സഹായിക്കല്ല എന്നാ പറഞ്ഞു, ഒരാളില്ല എന്നാ പറഞ്ഞ്. അങ്ങനത്തെ ആളാണ് മക്കത്ത് പോയിട്ട് പിന്നെ എല്ലാവർക്കും വേണ്ടി ഹൈർ കൊടുക്കണേ അല്ല, ബർക്കത്ത് കൊടുക്കണേ അല്ല, ഒക്കെ അല്ലാതാണ്. ആ വിളി അവിടെ കേട്ട് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ആ വിളി ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന വിളിയാണെന്ന്. ഇല്ല, അത് ആ കാലഘട്ടത്തിലും ആ സന്ദർഭത്തിലും ആ അവസ്ഥയിലും വിളിച്ചതല്ലേ. നാട്ടിലെത്തുമ്പോൾ പിന്നെ ബദരീങ്ങളായി, ഓഹദീങ്ങളായി, ഖൈബറായി, മമ്പർത്ത് തങ്ങളായി, അതേപോലെ തന്നെ CM മടവൂരായി, അയിലക്കാട് തങ്ങളായി, പിന്നെ അതേപോലെ തന്നെ വേങ്ങര കോയപ്പാപ്പയായി, അമ്പങ്കുന്ന് വീര ഉപ്പാപ്പയായി. ഇനി ഇവർക്ക് ഉപ്പാപ്പമാരുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവിടെ. അവിടെ ചെല്ലുമ്പോൾ അതില്ല. അവിടെ ചെല്ലുമ്പോൾ അള്ളാന്നുള്ള വിളിയാണ്. ആ വിളിയാണ് കേൾക്കുമ്പോഴല്ലേ ഇഖ്ലാസുള്ള വിളിയാണെന്ന് നമുക്ക് തോന്നുക. എന്തോ ഒരു വിളിയാണെന്ന് പറയും, റബ്ബേന്ന് വിളിക്കുമ്പോൾ. അത് ഇവിടെ എത്തുമ്പോൾ പിന്നെ പൊട്ടിക്കരച്ചൽ. എന്നിട്ട് ഇവിടെ വന്നിപ്പോൾ അവിടെ പോയിട്ട് റബ്ബേന്ന് വിളിച്ച് ദുആ ചെയ്യുന്ന ആള് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഹജ്ജിന് ചെയ്ത് പോയി വന്നു. പിന്നെ CM മടവൻ്റെ ബറക്കത്ത് കൊണ്ട് ഞാനത് പോയി കഴിഞ്ഞ് വന്നു. ഏറുവാട് ഇബ്രാഹിം ബാദുഷാ ബറക്കത്ത് കൊണ്ട് ഹജ്ജ് ചെയ്ത് വന്നു. അങ്ങനെയാണ് ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ച ഈ ആശയം വെച്ചാണ് സാധാരണക്കാരും ഹജ്ജിന് പോകുമ്പോൾ തന്നെ അൽ ഫാത്തിഹ എന്നിട്ട് നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് മൗലിദ് ഓതുക, എന്നിട്ട് പിന്നെ അവർ ചില പിന്നെ പ്രായമായ ഒരുപാട് ആൾക്കാർ പറയും മുസ്ലിയാക്കന്മാർന്ന് കിട്ടിയ പരിപാടിയാണ്. എൻ്റെ മോനെ ഒരു പ്രശ്നമില്ലാതെ ഹജ്ജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബദരീങ്ങളെ പേരിൽ യാസിൻ ഓദിച്ചോളാം, അല്ലെങ്കിൽ ഷെയ്ഖ് ജയിലാനിൻ്റെ പേരിൽ റാത്തീബ് ചെല്ലിച്ചോളാം, എൻ്റെ മോനൊരു പ്രശ്നമില്ലാതെ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരട്ടെ. നോക്ക് നിങ്ങൾ, അള്ളാഹ്ക്കുള്ള ഹജ്ജ്, കാവല് ബദരീങ്ങൾ, ഇതാണ് ഇവിടെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ ഈ കുഞ്ഞിക്കോയുടെ അവസ്ഥ. അവിടെ പോയപ്പോൾ റബ്ബേ എന്നുള്ള വിളിയാണ്. അത് കുറച്ച് സമയം കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് പറയും, അല്ല ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞാൻ പോയി, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കിട്ടി, പാസ്പോർട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇമിഗ്രേഷനൊക്കെ ഓക്കെ ആയിരുന്നു, അവിടെ പോയിട്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചു വന്നു, അത് ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ടാണ്, ഇന്നാവുലിയുടെ ബർക്കത്ത് കൊണ്ടാണെന്ന് പറയും. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് റബ്ബേ എന്ന് വിളിച്ചതിൽ ഇപ്പം എന്താ കാര്യം? അപ്പോൾ ഇതാണ് മക്ക മുശ്രിക്കിൻ്റെ സ്വഭാവം എന്ന് പറയാൻ കാരണം. മക്ക മുശ്രിക്ക് എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കുഞ്ഞിക്കോയ തങ്ങളെക്കാൾ എത്രയോ ഇഖ്ലാസുള്ളവരാണ് ആര് മക്കയിലെ മുശ്രിക്ക്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിന് സാഹചര്യം പറഞ്ഞു. ആരാണ് ആകാശം പഠിച്ചത്? അള്ളാഹ്. ആരാണ് ഭൂമി പഠിച്ചത്? അള്ളാഹ്. അവിടെയൊക്കെ അള്ളയാണ്.
ഇവിടെ ഷെയ്ഖ് ജീലാനി വെള്ളം തരുന്നു, മഴ പെയ്യിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പാടിയും പിന്നെ സി എം മഴവരും ലോകം നിയന്ത്രിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അവിടെ പോയി റബ്ബേന്ന് വിളിച്ചത്. അപ്പോൾ അത് ആത്മാർത്ഥത വിളിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അതേ വിളിക്കണ്ടേ? ഇല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ ജാറങ്ങൾ ഇങ്ങനെ തെണ്ടലാണ്. അതേപോലെ തന്നെ ദിക്ർ മജ്ലിസ് ദുആ നടത്തി ഇവരിങ്ങനെ പൈസ തന്നെ ലക്ഷ്യം, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ അവിടെ എത്തുമ്പോൾ റബ്ബ്, ഇവിടെ എത്തുമ്പോൾ ബദരീങ്ങൾ, ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇരട്ടത്താപ്പ് നയം കൃത്യമായി സാധാരണ ജനങ്ങൾക്ക് അവർക്കാണ് ഇപ്പോൾ ഈ ഉപദേശം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെ മുസ്ലിയാക്കന്മാർ തലയിൽ ഇപ്പോൾ അവരെ അതിൽ ഈ മുസ്ലിയാക്കന്മാർ തലയിൽ ഇപ്പോൾ അത് കയറൂല. കാരണം ഇവരുടെ കൂടാരത്തിലുള്ള ആൾക്കാർ തലയിൽ കയറില്ല പറഞ്ഞാൽ അവർ ഉസ്താദ്മാർ പഠിപ്പിച്ച കാക്കകാർത്തമാർ പഠിപ്പിച്ച ആ മാതൃകയിലൂടെ അവർ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ സാധാരണ ജനങ്ങൾ ഉത്ബുദ്ധരാകുക, ഇവരുടെ തന്ത്രം മനസ്സിലാക്കുക. നാട്ടിൽ ആരോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ എത്തുമ്പോൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ എത്തുമ്പോൾ എന്ന നിലപാട്, നാട്ടിലെത്തുമ്പോൾ നിലപാട് എന്താണെന്ന മാറ്റം, അത് ആ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.